നമസ്കാരം, സ്വാമി ശരണം. കഴിഞ്ഞ ദിവസം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ശബരിമല അരവണ അപ്പം പ്ലാന്റിൽ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു ഓഡിയോ അതല്ലെങ്കിൽ അദ്ദേഹം എടുത്ത ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു. ശബരിമലയിൽ അതല്ലെങ്കിൽ അരവണ പ്ലാന്റിൽ നടക്കുന്നത് ഇത്ര വൃത്തിഹീനമായിട്ടാണ് എന്നുള്ള രീതിയിൽ തന്നെ ആ ഓഡിയോയും അതുപോലെ ആ വീഡിയോയും അയച്ചു തന്ന ശ്രീ ശിവശങ്കരൻ എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മൾക്ക് മുൻപിലിരിക്കുന്നത്. ശ്രീ ശിവശങ്കരൻ ജി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശിവൻ കാരപ്പറാണ്. പിന്നെ ഞാനിപ്പോൾ ഉള്ളത് സന്നിധാനത്താണ്. 1-ാം തീയതി തലേ ദിവസം ഇവിടെ എത്തിയതാണ്. അരവണ കൗണ്ടറിലാണ് ജോലി. പിന്നെ വന്ന സമയത്ത് ഇവരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ ഒരു എഗ്രിമെന്റിലൊക്കെ ഒപ്പിട്ട് അസുഖം കാര്യങ്ങളാണ്, പോകാനും പറ്റൂല, വണ്ടിക്കൂലി കൂടിയും പോലും തരൂല. പിന്നെ ഇത് ഞാൻ പറയാൻ കാരണം നമ്മളെ പ്രസ്ഥാനത്തിന്റെ ചാനലായ ജനം ടിവിനെ നമ്പറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് 2 ദിവസം നേരിട്ട് തെരഞ്ഞ് കണ്ടുപിടിച്ച് ഒരു വീഡിയോ അവർക്ക് അയച്ചു കൊടുത്തു. അരവണ കൗണ്ടറിൽ നിലൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ഈ സിമെന്റ് പൊടി അപ്പത്തേക്കൊക്കെ പാറി വീണ്, അതാണ് ഭക്തന്മാർക്ക് കൊടുക്കുന്നത്. ഇത് കവർ പൊട്ടി വീണത്, നിലത്ത് വീണ് അതും പാക്കാക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ വളരെ സങ്കടത്തോടെ ഞാൻ ഒരു വീഡിയോ അയച്ചു തരാം. ഇതൊന്നും എല്ലാവരും ഒരു ഗൗരവത്തിലെടുത്ത് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഉണ്ടാവണമെന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് സംഘടനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എന്താണ് ഉള്ളത്, ഈ വീഡിയോ എല്ലാവരും ഒന്ന് കാണുക, ഷെയർ ചെയ്യുക, വേണ്ട അധികാരികളെ എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടത്തോടെ നിർത്തുന്നു. അങ്ങനെ 11 കൗണ്ടറാണ് അതിൻ്റെ ഉള്ളിൽ ഉള്ളത്. അത് എല്ലാ കൗണ്ടറിലും ഏകദേശം അതേമായി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കണം. എല്ലാം നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല, ഒരു കണ്ടു കഴിഞ്ഞാലും പ്രശ്നമാണ്. നമ്മളപ്പോൾ എഗ്രിമെന്റിലൊക്കെ ഒപ്പിടിച്ചവിടെ കുടുക്കിയിട്ടിരിക്കുകയാണ്. നാട്ടിലേക്ക് പോരാനും പറ്റൂല, അങ്ങനത്തെ കൊടുക്കലാണ്. പൈസ കിട്ടൂല, 65 ദിവസം കഴിയാതെ തരൂല. ഒരു മാസ്ക് പോലും നമുക്ക് തരുന്നില്ല. കാരണം ഈ പൊടി മുഴുവൻ വലിച്ചു കയറിയിട്ട് അസുഖം മാറുന്നില്ല. ഇത്രയും കോടികൾ വരുമാനമല്ല ശബരിമലയുടെ സ്ഥിതിയാണ് ഈ കാണുന്നത്. 1-ാം തീയതിന്റെ തലേ ദിവസമാണ് അവിടെ എത്തിയത്. അന്ന് തൊട്ടേ ഈ നിലക്ക് അതേപോലെയാണ്, ഇപ്പോഴും ഒരു മാറ്റമില്ല. അതേപോലെ നമ്മളിവിടെ ഡ്യൂട്ടിക്ക് കയറണമെന്നുണ്ടെങ്കിൽ 760 രൂപ അക്ഷയയിൽ അടച്ച് ECG എടുത്ത് വരണം. ഇവിടെ UP-കാർ 10-15 പേരുണ്ട്. അവർക്കൊന്നും ഇതൊന്നും ബാധ്യതയല്ല. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കഥകൾ. നമുക്ക് മലയാളീസിനും ബാക്കിയുള്ള ആൾക്കാർക്കും മാത്രമേ ഉള്ളൂ ഇത് നിയമം ബാധ്യത. മറ്റ് സംസ്ഥാന തൊഴിലാളികളും ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഇങ്ങനത്തെ സംഭവമൊന്നുമില്ല. അപ്പൊ അതൊക്കെ ഒരു ഗൗരവത്തിൽ നമ്മൾ അദ്ദേഹം നമ്മളോട് ഈ വിവരങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ആ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. എങ്ങനെയായിരുന്നു ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ ആ ഒരു ഓഡിയോ അയക്കുന്നതിലേക്ക് അങ്ങ് എത്തിച്ചേർന്നത് എന്തായിരുന്നു സംഭവം? 150ഓളം ജീവനക്കാര് ആരോപണ വിതരണത്തിനായിട്ട് അവിടെ ഉണ്ട്. താൽക്കാലിക ഒരാൾ പോലും ഇത് ഒന്ന് വീഡിയോ എടുക്കാനോ, എന്ത് കണ്ടാലും ഒരാൾ മരിക്കാൻ കിടക്കുമ്പോ രക്ഷിക്കാതെ ചെയ്യുന്ന ആൾക്കാർ പോലും ഒന്നും ചെയ്യാതെ എന്നപ്പോ സങ്കടത്തോട് കൂടിയിട്ട് സ്വാമിമാർക്ക് കൊടുക്കുന്ന പ്രസാദമാണല്ലോ. ഈ 1-ാം തീയതി തലേ ദിവസം തന്നെ ഇത് പൊട്ടിപ്പൊളിഞ്ഞ് ഇങ്ങനെ കിടക്കുമ്പോ പൊടിയൊക്കെ പാറി ഒരു മാസ്ക് ചോദിച്ചാൽ കൂടി തരാത്തൊരു കണ്ടീഷനിലായപ്പോ ചെയ്തതാണ്. അത് ചെയ്തതിന്റെ ഫലമായിട്ട് 14-ാം തീയതി ഉച്ചക്ക് 2 മണിയോട് കൂടിയിട്ട് റൂമിൽ വന്ന് സൂപ്പർവൈസർ ശ്രീജിത്ത് എന്ന് പറയുന്ന ആള് എന്നോട് ചോദിച്ചു, ചേട്ടാ നിങ്ങൾ വീഡിയോ എന്തെങ്കിലും ആർക്കെങ്കിലും അയച്ചു കൊടുത്തിട്ടുണ്ട്, ഇന്നഞ്ഞ് ഇവിടെ റൂമിൽ നിൽക്കാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് പോകണം. അതായത് പ്രേക്ഷകരെ, അദ്ദേഹം ഈ ശബരിമല അരവണ അപ്പം പ്ലാന്റിൽ കണ്ട ആ ഒരു വൃത്തിഹീനം, അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ജോലി പോയോ എന്നുള്ളത്, അതിന് ആ വിശേഷങ്ങളിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അദ്ദേഹം ആ ഒരു വീഡിയോ എടുക്കുന്നു, വളരെ വൃത്തിഹീനമായിട്ടുള്ള തറ, അതുപോലെ അതിന്റെ പരിസ്ഥിതി ചുറ്റുവട്ടം എല്ലാം എടുക്കുന്നു, അത് കൃത്യമായിട്ടും അയച്ചു തരുന്നു. അതിൽ അയക്കുന്നതിൽ അയാളെ ആദ്യം നമ്മൾ അനുമോദിക്കേണ്ടതുണ്ട്, അദ്ദേഹത്തിന്റെ ആ നട്ടെല്ലിനെ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പൂർണ്ണമായിട്ടും ഈ കരാർ ജോലിക്കാരായി എത്തുന്ന ആളുകൾ ആരായിരിക്കുമെന്ന് ചിന്തിച്ചാൽ തന്നെ അവിടെ ഉത്തരമുണ്ട്. കാരണം ക്രിമിനലുകൾ വാഴുന്നൊരു നാടാണ് നമ്മുടെ ഈ കേരളം. അത് ഭരണതലത്തിലായി കഴിഞ്ഞാൽ ഇനി ശബരിമലയായാലും ഏതൊക്കെ അവസ്ഥ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ക്രിമിനലുകൾ നിറഞ്ഞ നാട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് പറയുന്നുണ്ട്. പറഞ്ഞു. അതായത് 14-ാം തീയതി ഉച്ചക്ക് 2 മണിയോട് കൂടിയിട്ട് കുറച്ച് സമയമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ അവരത് അറിഞ്ഞ സമയത്തിനോട് വന്ന് റൂമിൽ ചോദിച്ചു, ചേട്ടൻ ആർക്കെങ്കിലും വല്ല വീഡിയോ എന്തെങ്കിലും അയച്ചു കൊടുത്തിട്ടുണ്ട് കാരണം അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടെ നിൽക്കാൻ പറ്റൂല, എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് പോകണം, ഇന്ന് തന്നെ ഇവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങണം എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്ന് പോകാൻ പറ്റൂല, ഞാൻ മാലൊക്കെ ഇട്ട് വന്ന ഒരാളാണ്, അഭിഷേകം ചെയ്ത് പിന്നെ കെട്ട് നിറച്ച് വന്നിട്ട് വേണം പോണെങ്കിൽ നാളെ പോകുള്ളൂ. എന്നാൽ മെസ്സ് കാർഡും ID കാർഡും ചോദിച്ചു. ഞാൻ പറഞ്ഞു മെസ്സ് കാർഡ് പെട്ടെന്ന് എടുത്തു കൊടുത്തു, ID കാർഡ് തരാൻ പറ്റൂല എനിക്ക്. അപ്പോൾ ഇത് തന്നു കഴിഞ്ഞാൽ സാധാ ആൾക്കാരെ മാതിരിയായി. അതുകൊണ്ട് പിന്നെ പമ്പയിൽ ഇറങ്ങി കെട്ട് നിറച്ച്
ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേ പോകാൻ പറ്റും. മാത്രമല്ല അങ്ങയുടെ ബാക്കി കൂലി കിട്ടാനുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞ അത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്റെ അടുത്ത് പൈസ ഒന്നും ഇല്ല, വണ്ടിക്കൂലിക്ക് പൈസ വേണം. അങ്ങനെ ഒരു 1000 റുപ്യ തന്നു പൈസ ആയിട്ട്. അപ്പൊ ഞാൻ പമ്പയിൽ ഇറങ്ങി കെട്ട് നിറച്ച് വന്നു. ഏകദേശം 450 രൂപ അവിടെ ചെലവായി. 1000 തന്നേല് അപ്പൊ തന്നെ ചെലവായി. കെട്ടുനിറയും പിന്നെ വെളിയിടാനും ഒക്കെ ആയിട്ട് 450 രൂപ ചെലവായി. പിന്നെ എന്റെ അടുത്ത് ബാക്കി 550 രൂപയല്ലത്. അപ്പൊ ഈ ഒരു മാസം നിന്ന് കുട്ടികൾക്ക് എന്തെങ്കിലും പ്രസാദം വാങ്ങി ഒരു 200 രൂപേന്റെ പ്രസാദം വാങ്ങി അരവണ 2 എണ്ണം. ബാക്കി 350 രൂപയും കൊണ്ടാണ് ഞാൻ നാട്ടിലേക്ക് പോരാൻ നിൽക്കുന്നത്. അതേ സമയത്ത് ഞാൻ പിന്നെ ദർശനം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോ ഈ പിന്നെ ശ്രീജിത്ത് എന്ന് പറയുന്ന ആള് കണ്ടു. ചേട്ടൻ പോയിട്ടില്ല ചോദിച്ചു. പിന്നെ ഇപ്പൊ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ പറഞ്ഞു. ഞാൻ അതേ അപ്പോഴും ഭീഷണി രീതിയിൽ അപ്പോഴും അയാള് ID കാർഡ് ചോദിച്ചു. ഞാൻ പറഞ്ഞ ID കാർഡ് അങ്ങനെ തരാൻ പറ്റൂല, എനിക്ക് അഭിഷേകം കാര്യങ്ങളൊക്കെ ചെയ്യണം. ഞാൻ പറഞ്ഞങ്ങനെ പിന്നെ 26 ദിവസം ഞാൻ ജോലി ചെയ്തതാണ്, അതിന്റെ പൈസ നിങ്ങളെ കയ്യിൽ കിടക്കുകയാണ്. അവരൊരു ബില്ലൊക്കെ എഴുതി തന്നിട്ടുണ്ട് 13,750. അപ്പൊ ആ പൈസ നിങ്ങളെ കൈ കിടക്കണം. അതുകൊണ്ട് ഞാന് പിന്നെ നിങ്ങൾ തരുന്നെനിക്ക് ഉറപ്പൊന്നുമില്ല. അപ്പൊ ഈ ID കാർഡ് ഞാൻ തരാന്ന് പറഞ്ഞു. അങ്ങനെ അഭിഷേകം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടുന്ന് പോകും. ID കാർഡ് കൊടുത്തിട്ടില്ല. ഒരു തെളിവിന് വേറൊരു തെളിവ് എനിക്കില്ല ജോലി ചെയ്തത്. അതാണ് സംഭവം. ഇതിപ്പോ എന്നാണ് അങ്ങയുടെ ബാക്കി കൂലി 13 സംതിങ് പറഞ്ഞ എന്നാ തരാന്ന് പറഞ്ഞത്? അത് ജനുവരി 19-ാം തീയതി അക്കൗണ്ടിലേക്ക് അയച്ചു തരാന്ന് പറഞ്ഞു. ID കാർഡ് പിന്നെ തിരിച്ചു കൊടുത്തില്ല. ഓക്കെ, അത് ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് അവിടെ ജോലി. ഇതില് അങ്ങ് നാട്ടില് ഈ ഒരു വിഷയം അറിഞ്ഞ ഉടനെ ഇപ്പൊ അവര് നിങ്ങളോട് ഇവിടുന്ന് സ്ഥലം കാലിയാക്കാൻ അവര് ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞ സമയത്ത് തന്നെ നാട്ടില് ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ? സംഘടനകളെയോ അല്ലെങ്കിൽ വ്യക്തികളെ ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ? ഞാൻ ആരെയും ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷെ തിരിച്ച് വിശ്വഹിന്ദു പരിഷത്തിന്റെ ജില്ലാ ഓർഗനൈസിംഗ് വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കിയിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറി സുരേഷ് ജി വിളിച്ചു അല്ലെ? അപ്പൊ അതിനുശേഷം പിന്നെ അദ്ദേഹം ഓഫീസുമായി ബന്ധപ്പെട്ടോ അതോ എങ്ങനെയാണ്? പിന്നെ വല്ല ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം അറിയാൻ പറ്റിയോ എന്താണ്? മൂപ്പര് പിന്നെ ഓഫീസായിട്ട് ഈ വ്യക്തിനായിട്ട് സൂപ്പർവൈസറായിട്ട് ബന്ധപ്പെട്ട് പിന്നെ രാത്രിയൊക്കെ എന്നെ വിളിച്ചിരുന്നു 12 മണിക്കൊക്കെ. ഞാൻ പോന്നപ്പോ നിങ്ങൾ എവിടെ എത്തി എല്ലാ കാര്യങ്ങളും അന്വേഷിക്കലുണ്ട്. ഇന്നലെ വരെ അന്വേഷിച്ചു. ഇന്ന് രാവിലെ സംഘടന കൃത്യമായിട്ട് ഇടപെട്ടു. അതുകൊണ്ട് തന്നെ അവരുടെ ഓഫീസിൽ ഇടപെട്ടു. അതുകൊണ്ട് സത്യത്തിൽ അങ്ങ് അതുകൊണ്ടാണ് ഇവിടെ അങ്ങേക്ക് ഒരു തട്ടുകേടും ഇല്ലാതെ എത്തിയെന്ന് പറഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് ആളുകളെ മിസ്സിംഗ് ആയ കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. ഒരുപാട് ആളുകൾ അവിടെ താൽക്കാലിക ജോലിക്ക് വേണ്ടി കാണാതായ വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഒരുപക്ഷെ അങ്ങേയും ഈ ക്രിമിനലുകൾ വാഴുന്നൊരു നാടായത് കൊണ്ടാട്ടോ ഞാനത് എടുത്ത് ചോദിക്കുന്നത്. എന്തായാലും ഈ അവിടെ വലിയ ആനക്കുട്ടിയുടെ ശമ്പളമായിരുന്നു നിങ്ങൾക്ക് കിട്ടിയത്? ഇല്ല, 500 രൂപയാണ് ഡെയിലി. 500 രൂപ. പിന്നെ ഈ ഭക്ഷണവും കാര്യങ്ങളൊക്കെ വളരെ മോശമാണ്. അങ്ങ് അതിൽ കണ്ട ഒരു മഹത്വം എന്താണ് ഈ ജോലിയിൽ? 2 നേരം അയ്യപ്പനെ പോയി തൊഴാൻ വേണ്ടിയിട്ട് ഭക്തിപരമായിട്ടാണ്. പക്ഷെ അവിടെ എല്ലാ ആൾക്കാർക്കൊന്നും ഭക്തിയല്ല. നമ്മള് മലപ്പുറം ജില്ലയില് വരെ ഒരു കറുത്ത മുണ്ട എടുത്ത ഒരു സ്വാമിനെ ബഹുമാനിക്കും. ഇത് രാവിലെ തൊട്ടേ തെറിയാണ്, പച്ചത്തെറി. പല സംസ്കാരം അങ്ങനെയാണ് ഈ പ്ലാന്റിന്റെ ഉള്ളിൽ. എല്ലാ ഏകദേശം എല്ലാരും ഒന്നും പറയാൻ പറ്റൂല. മലപ്പുറം ജില്ലയും കോഴിക്കോടൊക്കെ ഒഴിച്ച് പിന്നെ തൃശ്ശൂർ ഭാഗമാണെങ്കിലും പിന്നെ കൊല്ലൊന്നും വലിയ കുഴപ്പമില്ല. തൃശ്ശൂർ ഭാഗം അങ്ങനെയല്ല. ചില ഭാഗങ്ങളില് ചില വ്യക്തികൾ വളരെ മോശമായിട്ടാണ് സംസാരം. ഇപ്പൊ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കണ്ടൊരു സംഭവം ഉണ്ട്. ഈ പല്ലിയുടെ വാല് അതല്ലെങ്കിൽ പെരിച്ചാഴിയുടെ വാലൊക്കെ നിന്ന് കിട്ടിയത്. ഇത് കിട്ടുന്നതിൽ വല്ല അത്ഭുതം തോന്നുന്നില്ല. അതിൽ വലുത് വല്ലതും കിട്ടിയില്ലെങ്കിലേ അത്ഭുതം അല്ലെ? അത്ര കണ്ട് വൃത്തിയാണ് അതിന്റെ ഉള്ളില്. ഒട്ടും വൃത്തിയില്ല. ഓക്കെ, നോക്കൂ പ്രേക്ഷകരെ, ഇത് വലിയ ശമ്പളം കിട്ടുന്ന ഒരു ജോലി ആയതുകൊണ്ടല്ല അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തി അവിടെ പോയത്. കാരണം 500 രൂപയും പിന്നെ അവരുടെ ചിലവ് എന്ന് പറഞ്ഞാൽ, ഫുഡ് എന്ന് പറഞ്ഞാൽ അവിടെ എനിക്ക് തോന്നുന്നു പയർവർഗ്ഗങ്ങളൊക്കെയാണ്, ചെറുപയർ അതല്ലെങ്കിൽ ഉപ്പുമാവുകൾ, ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെയാണ്. അതല്ലാതെ അവിടെ വലിയ രീതിയിലുള്ള സദ്യ വട്ടങ്ങളോ അങ്ങനത്തെ ഫുഡൊന്നും കിട്ടിയത് കൊണ്ട് പോകുന്നതല്ല. പിന്നെ ഒരേ ഒരു മഹത്വം, നമ്മളൊക്കെ എപ്പോഴും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മളൊക്കെ മാലയിട്ട് ശബരിമല 18ാം പടി കയറി ചെല്ലുമ്പോൾ 10-12 സെക്കൻഡ് പോലും നമ്മൾക്ക് നിൽക്കാൻ പറ്റില്ല. 4-5 സെക്കൻഡിനുള്ളിൽ നമ്മളെ തള്ളിവിടും. ആ കാഴ്ച, ആ 4-5 സെക്കൻഡിനുള്ളിൽ മാത്രമേ നമ്മുടെ അയ്യപ്പസ്വാമിയെ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. ആ കാഴ്ചയേക്കാൾ ഉപരി ഇവർക്ക് 2-3 എത്ര തവണ വേണമെന്നുണ്ടെങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ അയ്യപ്പസ്വാമിയെ പോയി ദർശിച്ചു വരാം എന്ന ഒരു പുണ്യം മാത്രമേ ഇതിലുള്ളൂ. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ പോലെ ഒരു വ്യക്തി വീട് വിട്ടുകൊണ്ട് ഈ മണ്ഡലകാലം കഴിയുന്നത് വരെ 41 ദിവസമായാലും
60 ദിവസമായാലും മകരവിളക്ക് കഴിയുന്നത് വരെ ആയാലും അവിടെ ജോലിക്ക് പോയത്. അത്തരത്തിൽ ജോലിക്ക് പോയ അദ്ദേഹത്തിന് ജോലി പോവോ ഇല്ലയോ എന്നുള്ളത് കണക്കാക്കാതെ തന്നെ അവിടുത്തെ ഈ വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷം, അവിടുത്തെ ആ അപ്പവും അരവണയും ഉണ്ടാക്കിക്കൊണ്ട് ബിസിനസ് നടത്തുന്ന സർക്കാരിന്റെ ദേവസ്വം ബോർഡിന്റെ ആ പച്ച ശുദ്ധ തെമ്മാടിത്തരങ്ങൾ തുറന്നു കാട്ടാനായിരുന്നു അദ്ദേഹം കൃത്യമായിട്ടും ആ വീഡിയോ നമ്മൾക്ക് അയച്ചു തന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജോലി പോകുന്ന അദ്ദേഹം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അത് ചെയ്തത്. അല്ലാതെ ഭീരുക്കളെ പോലെ പേര് പറയാൻ പേടിച്ചുകൊണ്ട് ആരും അറിയാതെ ഏതെങ്കിലും അനോണിമസ് കോള് പോലെ അതല്ലെങ്കിൽ പേര് പറയാൻ മടിക്കുന്ന രീതിയിലൊന്നുമല്ല അദ്ദേഹം പെരുമാറിയിട്ടുള്ളത്. അദ്ദേഹം വിശ്വസിച്ച അയ്യപ്പ സ്വാമിയോട് ഈ ദേവസ്വം ബോർഡിന്റെ ആ കീഴിൽ നടക്കുന്ന ആ ശുദ്ധ തെണ്ടിത്തരങ്ങൾ, ശുദ്ധ തെമ്മാടിത്തരങ്ങളാണ് ഇവിടെ തുറന്നു കാട്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എല്ലാവരും ധീരതയോടെ തന്നെ നമ്മൾ അദ്ദേഹത്തെ ആദരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പിറകിലുണ്ട് എന്നിവിടെ സൂചിപ്പിക്കുക മാത്രമാണ്. കാരണം എന്തൊക്കെയായിരിക്കും അതിന്റെ പിറകിൽ ഉണ്ടാവുക എന്ന് ചിന്തിച്ചാൽ അറിയാൻ പറ്റും. അവിടെ ഈ കരാറടിസ്ഥാനത്തിൽ ഇപ്പൊ വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ ഉണ്ട് എന്ന് അങ്ങ് സൂചിപ്പിച്ചു. അവരുടെയൊക്കെ ഐഡന്റിറ്റി എങ്കിലും ഇവർക്ക് അറിയോ? ഈ അവിടെ ജോലി കൊടുത്ത ഈ ചങ്ങാതിമാർക്ക് അതെന്താന്ന് പറയാൻ പറ്റൂല. ഇതൊരു കമ്പനി കൊടുക്കണ കോൺട്രാക്ട് പോലെ കരാർ കൊടുക്കുകയാണ് ഇത്തരത്തിലുള്ള തൊഴിലാളികൾ അല്ലെ. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു അവിടെ പച്ചത്തെറിയാണ് ആ പ്ലാന്റിന്റെ ഉള്ളിൽ നടക്കുന്നത് എന്നുള്ള രീതി. എന്തായാലും വിശ്വ ഹിന്ദു പരിഷത്തിന്റെ കൃത്യമായുള്ള മലപ്പുറം ജില്ലാ ഘടകത്തിന്റെ കൃത്യമായുള്ള ഇടപെടൽ അവിടെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവനൊന്നും പറ്റിയില്ല എന്ന് തന്നെ പറയാം. കാരണം നമ്മൾക്കറിയാം, ഇന്ന് ആദ്യ രാഷ്ട്രീയ കൊലക്കേസ് പ്രതിയായിരുന്ന അയാൾ ഈ നാട് ഭരിക്കുന്ന ഈ കാലത്ത് ഒരു മനുഷ്യനെ കൊല്ലാനോ അതല്ലെങ്കിൽ ഒരു മനുഷ്യനെ മിസ്സിംഗ് ആയി കാണാതാക്കാനോ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത്തരത്തിൽ പച്ചയ്ക്ക് ദേവസ്വം ബോർഡിന്റെ ചെറ്റത്തരങ്ങൾ, തെണ്ടിത്തരങ്ങൾ വിളിച്ചു പറഞ്ഞ അദ്ദേഹത്തോട് ഒരുപാട് നന്ദി. നമസ്കാരം. നമസ്കാരം.